മുക്കത്ത്, കോഴിക്കോട് മുക്കത്ത് മലയോര ഭാഗത്ത് പലയിടത്തും വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണ് വൈദ്യുതി തടസ്സം നേരിടുന്നു. കിടിയത്തൂർ ചെറുവാടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീശിയടിച്ച ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾക്ക് കേടുപാട് സംഭവിക്കുകയും കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു. ഫറോക്കിലും രാത്രിയിൽ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മരം വീണു. മുഹമ്മദ് ഷഹീദുണ്ട് വിവരങ്ങളുമായി. ഷഹീദ്, നേരത്തെ തന്നെ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ് ഷഹീദിനോട്. അതായത് പല സ്ഥലങ്ങളിലും ഈ മരം വീണതുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അത് പുനഃസ്ഥാപിച്ചോ എന്നത് എന്താണ് വിശദാംശങ്ങൾ ഷഹീദ്? മോത്തി, അത് തന്നെയാണ്. ഈ മഴയോടൊപ്പം വലിയ തോതിലുള്ള കാറ്റ് ചില ഇടങ്ങളിൽ മിന്നൽ ചുഴലിയായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ശക്തിയോടുകൂടി കാറ്റടിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ അതാണ് കോഴിക്കോട് ഈ കൊടിയത്തൂർ ചെറുവാടി പ്രദേശങ്ങളിൽ സംഭവിച്ചത്. രാത്രി തന്നെ വലിയ തോതിലുള്ള ഈ കാറ്റ് ഉണ്ടായി. മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് വീണു, കടപുഴകി വീണു, ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. അങ്ങനെയാണ് പലയിടങ്ങളിലും ഈ കൊടിയത്തൂർ ചെറുവാടി ഭാഗങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി ബന്ധം അത് പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. KSEB ജീവനക്കാർ അതിനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടത്തുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണതോതിലായിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇപ്പോൾ വൈദ്യുതി ബന്ധം ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെയാണ് ഈ ഫറോക്കിലും സൂചിപ്പിച്ചതുപോലെ സമാനമായ രീതിയിൽ മരം കടപുഴകി വീണുള്ള അപകടങ്ങളാണ്. പക്ഷേ ആശ്വാസകരമായ കാര്യം, ആളുകൾക്ക് അപായമുണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീവ്രമായ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്.